ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഷുമായിട്ടാണ്. ചിക്കൻ ചുക്കയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ റൊട്ടിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളി നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചിക്കനാണ്, 1/2 കിലോ ചിക്കനാണ്. ബോണുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 2 എണ്ണം, ജിഞ്ചർ ഗാർലിക് അരച്ച് വെച്ചിരിക്കുന്ന കേട്ടോ, പേസ്റ്റ് പരുവല്ല. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെയാട്ടോ ചിക്കൻ ചുക്കയ്ക്ക് വേണമെന്നുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനം കൊണ്ട് നമുക്കൊരു അടിപൊളി ചിക്കൻ ചുക്ക തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ ചുക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഗ്രേവി രൂപത്തിലും ഉണ്ടാക്കാം, ഡ്രൈ രൂപത്തിലും ഉണ്ടാക്കാം. ഇപ്പോൾ കുറച്ചൊരു ഗ്രേവി പരുവാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കും റൊട്ടിക്കൊക്കെ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റൂലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഗ്രേവി രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ 1.5 കപ്പ് വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടി വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വഴറ്റാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. വഴറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ആ ഒരു ക്രിസ്പി പരുവം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബിരിയാണിയുടെ മേളിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറില്ലേ, ആ ഒരു ക്രിസ്പി ആ ഒരു ലെവലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒട്ടും തന്നെ കയ്യിന് വിശ്രമം കൊടുക്കാൻ പാടില്ല, നമ്മൾ അടിയിൽ പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല, വെറും വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ വഴറ്റുന്നത്. കണ്ടില്ലേ, ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കളറൊക്കെ മാറി മാറി വരുന്നുണ്ട്, വെളിച്ചെണ്ണയൊക്കെ വറ്റി തുടങ്ങി. ഇതുപോലെ തന്നെ ബാക്കി ഒരു 10-12 മിനിറ്റും കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ്. കണ്ടില്ലേ, ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല നല്ല കിളികില ആ സവാള കിട്ടിയിട്ടോ. ഇനി ഈ സവാളയും ചിക്കനും ബാക്കിയെല്ലാം മസാലയും കൂടെ പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം. ആദ്യം ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. ഇനിയിപ്പോൾ നമ്മൾ വഴറ്റി വച്ചിരിക്കുന്ന സവാള ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെല്ലാ മസാലാസും കൂടെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആട്ടോ. അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ആ ഒരു ക്രമത്തിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്. പിന്നെയും പറയുകയാണ്, ഒട്ടും തന്നെ പേസ്റ്റ് പരുവം നമുക്ക് വേണ്ട. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കാം. അതൊക്കെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കേണ്ടി വരും ഉപ്പുണ്ടോ എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്കത് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാം എന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഒതുക്കി എടുക്കണം. മസാലാസൊക്കെ എല്ലായിടത്തേക്കും നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ട് സവാളയും മസാലാസും എല്ലാം നമ്മൾ മിക്സ് ആവാൻ നന്നായിട്ട് ഒതുക്കി നമ്മൾ ചെയ്യാം. അതിന് നമ്മൾ സ്പൂണോ കയ്യിലോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കൈ തന്നെ വേണം. നന്നായിട്ട് നമ്മുടെ ഒരുമാതിരി ഒതുക്കി എല്ലായിടത്തേക്കും മസാലാസൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒന്ന് ഒപ്പി ഒന്നും ചെയ്യാം നമ്മൾ. ഇനി ഇത് നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ മൂടി വെക്കുകയാണ് വേണ്ടത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിനി വേവിക്കാൻ വേണ്ടിയിട്ട് പോണത്. അങ്ങനെ നമ്മൾ പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാലാസൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാനിലിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയാണിത്. ഇതിലേക്ക് ഞാനിത് വെളിച്ചെണ്ണ തന്നെയാട്ടോ ചേർക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ചേർക്കുവാണ്.
ഇനിയിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു തരി വെളിച്ചെണ്ണ മാത്രം ചേർത്താൽ മതി കേട്ടോ. പക്ഷെ ഞാൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഒട്ടും തന്നെ വെളിച്ചെണ്ണ ചേർത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചൊരു 1.5 കപ്പ് കൂടി നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ നേരത്ത് നമ്മൾ ഓൾറെഡി ഇതിൽ വെളിച്ചെണ്ണ ഉണ്ട്. പിന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇപ്പോൾ ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ നമ്മളത് തിളച്ച് വരുമ്പോൾ എന്തായാലും വെള്ളം നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിലിട്ട് പിന്നെ ആ ചിക്കനിലുള്ള വെള്ളം വച്ചിട്ട് തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളൊന്ന് ഒതുക്കി ഒക്കെ എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി വേറൊരു മസാലാസ് ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിനി വേവിച്ച് വയ്ക്കാൻ പോകുന്നത്. ഒന്ന് ഒതുക്കി ഒന്ന് കൊടുത്താൽ മാത്രം മതി. തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി നമ്മൾക്ക് കൊടുക്കാം കേട്ടോ. തിളയ്ക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വന്ന് തുടങ്ങിക്കോളും. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ കരിവേപ്പില അല്ലെങ്കിൽ മല്ലിയിലയൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ കരിവേപ്പില മാത്രമാണ് ചേർക്കുന്നത്. ആ മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി വരുമ്പോൾ നല്ല രസമാണത്. കണ്ടോ, നന്നായിട്ട് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ചേർത്തുകൊണ്ട് അതിൽ കൂട്ടി തന്നെ നമ്മൾ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് അടച്ചും വച്ചൊക്കെ നമുക്ക് വേവിക്കാം കേട്ടോ. കുറച്ചും കൂടെ പെട്ടെന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാൻ നേരത്തെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതൊരു 15 മിനിറ്റ് നമ്മൾ ഈ ഒരു പാത്രത്തിൽ കിടന്നു കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുവാണ്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി മാറ്റി നോക്കാം. ആവിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും കേട്ടോ. കണ്ടേ, നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് നമുക്ക് വെള്ളം ചേർക്കേണ്ട പോലും കാര്യമില്ല. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാട്ടോ ഇത് കിടക്കുന്നത്. ഒട്ടും തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് പോകേണ്ട കാര്യമില്ല. കണ്ടില്ലേ, ഇതിപ്പോൾ എൻ്റെ 8 മിനിറ്റ് ആയിട്ടോ. 8 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ആ ഒരു ചിക്കൻ്റെ സൈസും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുക്കറിലിട്ട് വേവിക്കേണ്ട പോലും കാര്യമില്ല. പാനിലിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചാൽ മതി. കുക്കറിലിട്ട് നമ്മൾ വേവിക്കാൻ നേരത്ത് എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് ആ ഒരു ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഒരു 10 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് കുറച്ചും കൂടെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. കൂടുതൽ ഇളക്കേണ്ട കാര്യമില്ല കേട്ടോ. കൂടുതൽ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്നത് ഒന്നാമത് വെന്ത് കഴിക്കുന്നതിൻ്റെ പേരിൽ മൊത്തമായിട്ട് ബ്രേക്കായി പോവും. അതുകൊണ്ട് ഒന്ന് ഒതുക്കി മാത്രം ഒന്ന് കൊടുത്താൽ മതി. കണ്ട്, നമ്മളിട്ട് അടച്ചിട്ട് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ആവി വന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും. ഓൾമോസ്റ്റ് നമ്മുടെ നല്ല പരുവായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ ഒരു ഗ്രേവി പരുവായിട്ടുണ്ട്. ആ സൈസൊക്കെ ചിക്കൻ്റെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് കട്ട് ചെയ്തപ്പോൾ ചെറിയ സൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റും കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് നമുക്ക് നല്ല ഒരു ഗ്രേവി ടൈപ്പ് നമുക്ക് കിട്ടും.
നന്നായിട്ട് ഒതുക്കി 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 കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ഗ്രേവി അത് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1-1.5 മിനിറ്റ് മാത്രം നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. നമ്മൾ പറഞ്ഞ ആ ഒരു ചിക്കൻ ചുക്ക ഗ്രേവി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, വെന്ത് വന്നിട്ടുണ്ടത്. വെന്ത് വരുമ്പോഴാണ് ആ സൈസൊക്കെ കുറഞ്ഞു തുടങ്ങണത് തന്നെ. നമുക്ക് പെട്ടെന്ന് ഇളക്കാനൊക്കെ നമുക്ക് പറ്റുമത്. ഇനി ഒരു മിനിറ്റും കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. നമ്മൾ ആദ്യം ചേർത്ത ആ 1.5 കപ്പ് വെളിച്ചെണ്ണ മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. പിന്നീട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. കണ്ടില്ലേ, നന്നായിട്ട് ആ ഒരു ഗ്രേവി പരിവായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആ ഒരു ഗ്രേവി നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 1/2 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ ഈ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഫൈനലി നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടോ. കണ്ടില്ലേ, സുന്ദരിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ് കേട്ടോ. അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇത് കൂടുതൽ ഗ്രേവിയിലും കൂടി അല്ല ചെയ്തിരിക്കുന്നത്, കുറച്ച് ഗ്രേവി മാത്രമാണ്. അപ്പം അതുകൊണ്ട് റൊട്ടീൻ ആയതിൻ്റെ ചോറിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.